ശ്രീ കെ സുരേന്ദ്രൻ, ഇത് പതിവ് വിട്ടിട്ടുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ ഉയരുന്നുണ്ടോ ഇപ്പോൾ? അതായത് സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന വേദിക്ക് നേരെ ബോംബെറിയാം. അതിപ്പോൾ ആരെറിഞ്ഞു എന്നത് ഈ തർക്കം എപ്പോൾ തീരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എങ്കിൽ തന്നെയും അവിടെ ഒരു ബോംബ് പൊട്ടുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയുടെ ജീവന് മാത്രമേ വിലയുള്ളൂ, സാധാരണക്കാരുടെ ജീവനില്ലേ എന്നല്ല. എങ്കിൽ തന്നെയും അങ്ങനെ വലിയ ശ്രദ്ധ കിട്ടുന്ന ഒരു സ്ഥലത്ത് പോലും, ഒരുപാട് അണികളും പ്രവർത്തകരും വന്ന് നിൽക്കുന്നിടത്ത് പോലും ഇത്തരത്തിലുള്ള അപകട സംഭവങ്ങൾ ഉണ്ടാകുന്നത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് കണ്ണൂർ പോകുന്നു എന്നതാണോ തെളിയിക്കുന്നത്? അത് ഈ രണ്ട് കക്ഷികളും, രാജ്യം ഭരിക്കുന്നത് BJP ആണ്, സംസ്ഥാനം ഭരിക്കുന്നത് CPM ആണ്. ഇവരിരുവരും ഭരണത്തിൻ്റെ തണൽ, രണ്ടിടങ്ങളിലെ ഭരണത്തിൻ്റെ തണൽ, അധികാരത്തിൻ്റെ ധൈര്യം അവരെ കടുത്ത ധാർഷ്ട്യത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ? അത് പൊതുവിൽ നാട്ടുകാരെ ഏത് വിധത്തിലാണ് പ്രശ്നത്തിലാക്കുക? ഇവിടെ താങ്കൾ പറഞ്ഞിരിക്കുന്ന വാക്ക് ഏറ്റവും അർത്ഥവത്താണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും അധികാരത്തിൻ്റെ ഹുങ്ക് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു, നാടിനെ കലാപഭൂമിയാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ്. ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി, ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം നടത്തുന്ന ഒരു പൊതുയോഗത്തിൽ പോലും ബോംബേറ് വരുന്നു, പൊതുയോഗം അലങ്കോലമാകുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. അത് പരാജയമാണ് എന്ന കാര്യം അവർ സമ്മതിക്കണം. ഒന്ന് ഇവിടെ നുണപ്രചരണത്തിൻ്റെ കാര്യത്തിൽ ആരെ കുറവ്? പത്മകുമാർ ഇവിടെ പറയുന്നു CPM നുണപ്രചരണം നടത്തുന്നു, മറ്റുള്ളവർ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ബഹുമാന്യനായ പത്മകുമാറിനോട് ചോദിക്കട്ടെ, നിങ്ങളുടെ നുണ ബോംബ് എന്തുമാത്രമാണ് കണ്ണൂരിൽ ആളുകൾ കേട്ടത് അറിയാമോ? സന്തോഷ് കുമാറിൻ്റെ കൊലപാതകമുണ്ടായി, ഏറ്റവും ഹീനമായ നടപടി. മാർക്സിസ്റ്റ് പാർട്ടി നുണ പറഞ്ഞു, ആ നുണ പറഞ്ഞത് ഞങ്ങളല്ല കൊന്നത് എന്നതാണ്. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനേക്കാൾ വലിയ നുണയുമായി കണ്ണൂരിൽ നിങ്ങൾ വന്നു. നിങ്ങൾ ആ സന്തോഷ് കുമാറിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്ത ബോഡി എടുത്ത് കണ്ണൂർ പട്ടണം ചുറ്റി അവിടെ കലോത്സവം നടക്കുന്ന രംഗത്തേക്ക്, ആ കലോത്സവ ഭൂമിയിലേക്ക് വന്ന് അവിടെ കലാപഭൂമിയാക്കി എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ BJPയുടെ നേതാവ് K സുരേന്ദ്രൻ പച്ച കള്ളവല്ലേ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞത്? ഞങ്ങൾ ആ ഭാഗത്തേ പോയിട്ടില്ല. ഞങ്ങൾ പയ്യന്നൂരിൽ നിന്ന് നേരെ ഹൈവേയിലൂടെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് അണ്ടലൂരിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞത്? ജനങ്ങൾ കണ്ടതല്ലേ? ലക്ഷക്കണക്കായ ജനങ്ങൾ, കണ്ണൂരിലെ ജനങ്ങൾ കണ്ട രംഗങ്ങളല്ലേ ഇത് മുഴുവൻ. അപ്പോൾ നുണപ്രചരണത്തിൻ്റെ കാര്യത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി, രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, എൻ്റെ പാർട്ടി ചെയ്തത് ശരിയാണെന്ന് പറയാൻ വേണ്ടി ഏത് നുണയും ഏതറ്റം വരെ പറയാൻ നിങ്ങളും തയ്യാറാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും തയ്യാറാണ്. രണ്ട് പാർട്ടിയും ഈ നാടിനാപത്ത് സർ. ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിരോധിക്കാൻ അതാത് ഭരണകക്ഷികൾ തയ്യാറാകണം. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ നിരോധിക്കണം. അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, BJPയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, ഈ കൊലപാതക രാഷ്ട്രീയ പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ BJPയെ നിരോധിക്കണം. എങ്കിലേ കണ്ണൂരിന് രക്ഷയുള്ളൂ എന്നതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ശ്രീ MB ജയരാജൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ പത്മകുമാർ, ശ്രീ MB ജയരാജൻ, ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ് എന്നൊക്കെ പറയുന്നത് ആത്യന്തികമായി ഈ ഘട്ടത്തിൽ നിങ്ങളുടെ പാർട്ടിക്കാണ് ദോഷമുണ്ടാക്കുക എന്ന തോന്നൽ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? അതായത് സംസ്ഥാനം ഭരിക്കുന്നത് പിണറായി വിജയൻ്റെ സർക്കാരാണ്. പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്നു, ആഭ്യന്തരം അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. പോലീസിനെ നഗ്നമായി നോക്കുകുത്തിയാക്കിയാണ് താങ്കളുടെ പാർട്ടിയുടെ തന്നെ പ്രവർത്തകർ അക്രമ സംഭവങ്ങൾ ഏർപ്പെടുന്നത്. ഇന്നലെ ആ ബോംബേറുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് പലയിടങ്ങളിലായി, കോഴിക്കോടും കണ്ണൂരുമായി RSSൻ്റെയും BJPയുടെയും ഓഫീസുകൾക്ക് നേരെ ബോംബേറും കല്ലേറും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബോംബേറല്ല, കല്ലേറുണ്ടായിട്ടുണ്ട്. ഈ സംഭവ വികാസങ്ങൾ കൂടുകയാണ്. ക്രമസമാധാന നില തകർന്നു എന്നത് ആത്യന്തികമായി നിങ്ങളുടെ സർക്കാരിനും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ് ദോഷമുണ്ടാക്കുക എന്നതുപോലും മനസ്സിലാക്കാത്തത് എന്താണ്? അത് മനസ്സിലാക്കാൻ പറ്റാത്തമുള്ള വൈകാരികാവസ്ഥയിലേക്ക്, സംഘർഷമുണ്ടാക്കുന്ന തോന്നലുകളിലേക്ക് താങ്കളുടെ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ടോ? എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ് നിലപാട് CPIMന് ബാധകമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം CPMഉം ഇടതുപക്ഷവും രാജ്യത്താകെ ജനപക്ഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരായി മതനിരപേക്ഷതയുടെ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തോടൊപ്പം കൂടുതൽ ജനവിഭാഗങ്ങൾ കടന്നു വരുന്നത്. ഈ സമീപകാലത്തുണ്ടായ നിരവധി ഗവൺമെന്റ് ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടാണ് CPIM മുന്നോട്ട് പോകുന്നത്. നമ്മുടെ നാട്ടിൽ സമാധാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് CPIM മാത്രമല്ല, എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ജനങ്ങളാണ്. സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകൈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. ഉഭയകക്ഷി അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ നടന്നു.
പക്ഷെ സമാധാന തീരുമാനം കാറ്റിൽ പരത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ആരാണ് കാറ്റിൽ പറത്തിയത്? ശ്രീ എം വി ജയരാജൻ, അണ്ടല്ലൂരിലെ സന്തോഷിനെ കൊന്നത് BJP-ക്കാരല്ല. താങ്കളുടെ സർക്കാരിന്റെ പോലീസ് തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് CPM പ്രവർത്തകരെയാണ്. അണ്ടല്ലൂരിലെ സംഭവം സംബന്ധിച്ച് പാർട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കി. ഒരൊറ്റ CPIM പ്രവർത്തകനും അണ്ടല്ലൂർ സംഭവത്തിലില്ല. CPIM-ന്റെ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മുതൽ അണ്ടല്ലൂരിലുള്ള ഒരു പാർട്ടി മെമ്പർ രാജൻ വരെ വരും. CPM-ന്റെ പ്രവർത്തകന്മാരായി ഉള്ളവരുടെ കൂട്ടത്തിൽ ആരുമില്ല. അതുകൊണ്ടാണ് അവിടെയാണ് നിങ്ങൾ കള്ളം പറയുന്നു, നിങ്ങൾ കൂടെ കള്ളം പറയുന്നു. BJP-യാണ് കള്ളമാണ് പറയുന്നതെങ്കിൽ നിങ്ങളും അതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നത്. പോലീസ് തന്നെ, പിണറായി വിജയന്റെ പോലീസ് തന്നെ രാഷ്ട്രീയ സംഭവമാണ് ഇതിന് പിന്നിൽ. CPM പ്രവർത്തകരാണ്. ലണ്ടൻ കോളേജിൽ ഉണ്ടായിരിക്കുന്ന ഒരു അക്രമ സംഭവത്തിന്റെ പ്രതികാരം എന്ന നിലക്ക് അവരാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം, ഫേസ്ബുക്ക് പേജിലെ CPM പതാകയുടെ ചിത്രങ്ങൾ അടക്കം ഈ സംഘപരിവാര അനുകൂലികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. CPIM പ്രവർത്തകരല്ല എന്ന് പറയുന്നത് തമാശയായി പറയുന്നതോ കള്ളമായി പറയുന്നതോ അല്ല. മാത്രമല്ല CPIM ആ കൊലപാതകത്തെ അപലപിക്കുകയും CPM-ന്റെ ഏതെങ്കിലും പ്രവർത്തകൻ അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സംരക്ഷണം കൊടുക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നത് വെറുതെയല്ല. ഒരു അഭിഭാഷകനെ അവരുടെ ബന്ധുക്കൾ സമീപിച്ചപ്പോ അഭിഭാഷകൻ തന്നെ പറഞ്ഞു, CPIM തള്ളിപ്പറഞ്ഞ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഞാൻ ആ കേസ് നടത്തില്ല. ഇതൊന്നും പുറം ലോകം അറിയാത്തതല്ല. യഥാർത്ഥത്തിൽ CPIM-ന് ആ സംഭവത്തിൽ ഒരു പങ്കുമില്ലെന്ന് വെറുതെ പറഞ്ഞതല്ല, തമാശയായി പറഞ്ഞല്ല. പക്ഷെ നിങ്ങൾക്കത് വിശ്വസിക്കാനോ പ്രചരിപ്പിക്കാനോ താല്പര്യമുണ്ടാവില്ല. അതൊരു രാഷ്ട്രീയമാണ്. CPIM-നെ കുറ്റപ്പെടുത്തുക എന്നുള്ളതിന്റെ ഒരു രാഷ്ട്രീയം. ഞാൻ നേരത്തെ തുടർച്ചയായി പറഞ്ഞ വിഷ്ണുവിന്റെ കേസ് നിങ്ങളും വിട്ടു. പത്മനാഭൻ 2 ഭീഷണിപ്പെടുത്തുന്ന വർത്തമാനം പറഞ്ഞപ്പോ നമ്മൾ എല്ലാവരും വിട്ടു. വിഷ്ണു വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തൽ ഭയാനകമാണ്. അത് കേരളത്തിലെ ഇതുവരെയുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളോ കൊലപാതകങ്ങളോ അക്രമങ്ങളോ എന്തൊക്കെയാണെങ്കിലും ഇതുവരെയുള്ള സംഭവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി വിഷ്ണു എന്ന RSSകാരനെ ആത്മഹത്യാ കുറിപ്പ് എഴുതി വാങ്ങി എന്നിട്ട് കൊന്നിട്ട് കെട്ടിത്തൂക്കി മറ്റുള്ളവരുടെ പേരിൽ ആത്മഹത്യാ പ്രേരണ കേസ് എടുക്കുകയായിരുന്നു ലക്ഷ്യമെന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ളത്. ആകെ ആക്ഷേപിച്ച ഒരു കാര്യം, ആറ്റിങ്ങൾ കിടക്കുന്ന വിഷ്ണുവിന് ജയരാജൻ എങ്ങനെയാണ് ബന്ധം? അത് വിഷ്ണു തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ സംഘപരിവാറിലുള്ള തർക്കപ്രശ്നത്തെ കുറിച്ച് തന്നോടൊപ്പം നിൽക്കുന്നവരോട് പറഞ്ഞതിനെ തുടർന്ന് ഞാൻ തന്നെയാണ് ജയരാജനെ കാണാൻ പോയത് എന്ന് മാത്രമല്ല, ഞാൻ തന്നെയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്ന കണ്ണൻ കൊലപാതകം നടത്തി, കണ്ണൂരിൽ പോയി കൊലപാതകം നടത്തി നാട്ടിൽ വന്നപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് കണ്ണൻ ഇന്ന സ്ഥലത്ത് ഒളിവിൽ കഴിയുന്നുണ്ട് എന്ന് പറഞ്ഞത്. വിഷ്ണു വിവരം കൊടുത്തിട്ടാണ് കണ്ണനെ അറസ്റ്റ് ചെയ്യുന്നത് 3 മാസത്തിന് ശേഷം. തിരുവനന്തപുരത്തുള്ള കണ്ണൻ എന്താ കണ്ണൂരിലെ കൊലപാതകത്തിൽ ബന്ധം? ധനരാജനെ കൊലപ്പെടുത്താൻ തിരുവനന്തപുരത്തുള്ള കണ്ണൻ എന്തിനാ പോയിന്? നേരത്തെ പത്മകുമാർ പറഞ്ഞതിന്റെ മറുചോദ്യത്തിന് ഉത്തരമില്ല. ആ കണ്ണൻ നടത്തിയ കൊലപാതകം സംബന്ധിച്ച് വിഷ്ണുവിനെ നേരിട്ടറിയാം. വിഷ്ണു കണ്ണനോട് ആ കാര്യം ചോദ്യം ചെയ്തു. അത് RSSന്റെ നേതൃത്വത്തിന് വിഷ്ണുവിന്റെ നിലപാടിനോട് യോജിപ്പ് വന്നില്ല. സേതുമാധവൻ, സുദർശനൻ, ഗോപാലൻകുട്ടി മാഷ് ഇവരുടെ സാന്നിധ്യത്തിലായിരുന്നു തന്നെ ആക്രമിച്ചത്. 86 മണിക്കൂർ നേരം ഉറങ്ങാതെ തുടർച്ചയായി ഭേദ്യം ചെയ്തു എന്നതാണ് വിഷ്ണു പറഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ സംഭവമാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ജയരാജൻ താങ്കളിലേക്ക്. ശ്രീ K. സുരേന്ദ്രൻ, മറ്റെല്ലാ കാര്യങ്ങളും മാറ്റി നിർത്തിയാലും ശരിയാണ്, CPM-ന് കണ്ണൂരിലെ CPM-ന് ചീത്തപ്പേരുണ്ട്, P. ജയരാജന് ചീത്തപ്പേരുണ്ട്, MP ജയരാജന് ചീത്തപ്പേരുണ്ട്. അവിടെ അക്രമ സംഭവങ്ങൾ നടക്കാറുണ്ട്. ഇവരൊന്നും അഹിംസയുടെ വക്താക്കളൊന്നുമല്ല. വരമ്പത്ത് തന്നെ കൂലി കൊടുക്കാമെന്ന നിലപാടൊക്കെ പരസ്യമായി തന്നെ പറയുന്ന ആളുകളുമാണ്. പക്ഷേ അപ്പോൾ തന്നെയും ഈ കാര്യത്തിൽ ഭയപ്പെടേണ്ടതല്ലേ? ഈ വിഷ്ണു തുറന്ന് മാധ്യമങ്ങൾ, ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളുടെ മൈക്കിന് മുന്നിൽ തുറന്ന് മുഖം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് അദ്ദേഹം നേരത്തെ വിശദീകരിച്ചത്. ഇങ്ങനെ അതിന് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിനടിസ്ഥാനമായി പുതിയ കാര്യങ്ങളായിട്ട് CPM നേതാക്കൾ പറയുന്നത് ഈ സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുക എന്നത് RSSന്റെയും BJP-യുടെയും അജണ്ടയാണ്. ആ ആവശ്യമുണ്ട്. അതിനെ ഈ ചീത്തപ്പേരുണ്ടാക്കുക, രാഷ്ട്രീയ സംഘർഷങ്ങൾ നടത്തുന്ന സംഘമാണ് CPM എന്ന് തെളിയിക്കുക എന്നതുപോലുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നിർത്തിക്കൊണ്ട് RSSും BJP-യും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ആരോപണത്തിൻ്റെ കൂടെ ഈ വിഷ്ണുവിൻ്റെ പരാമർശങ്ങളും ആക്ഷേപങ്ങളും കൂടെ ചേർത്ത് വെച്ചാൽ വലിയ ഭീകരമായ, നമ്മൾ സാധാരണക്കാരായ നാട്ടുകാർക്ക് ഭയപ്പാടുണ്ടാക്കുന്ന രാഷ്ട്രീയമായ, അങ്ങേയറ്റം പ്രതിലോമകരമായ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ ആകത്തുകയാകും. ഇക്കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ആരുടെ കള്ളത്തരമാണ് ഇത്? എത്രത്തോളം നമ്മൾ ഭയക്കേണ്ടതുണ്ട്?
തീർച്ചയായും ഭയാനകമായ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് വിഷ്ണുവിൻ്റെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെമ്പാടും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് BJPയുടെ നേതാക്കന്മാർ ഇപ്പോൾ പരസ്യമായി പറയുന്ന വാക്കുണ്ട്, ഈ കേരളത്തിലെ ഗവൺമെൻറ് അത്രയും അങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ടതില്ല, ഞങ്ങൾ ഏത് സമയവും അതിനകത്ത് ഇടപെടുമെന്ന് BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പരസ്യമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും BJPയുടെ ഭാഗത്ത് നിന്ന് ഈ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ നിലപാടുകൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിഷ്ണുവിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം, ഇതെല്ലാം പോലീസിൻ്റെ വീഴ്ചയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേരളത്തിലെ പോലീസ് ഇത്രയേറെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന, ഇത്രയേറെ ആളുകളെ കണ്ടെത്താൻ കഴിയുന്ന, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കേരളത്തിലെ പോലീസ് ചില വിഷയങ്ങളിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കാത്തത്? എന്തുകൊണ്ടാണ് അവിടെ ഇരട്ടത്താപ്പായി മാറിപ്പോകുന്നത്? ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ നോക്കൂ. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന പരാജയമെല്ലാം, ഞാൻ ആവർത്തിക്കുന്നു ആ വാക്ക്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് മത്സരിച്ച് പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു വിഭാഗം തയ്യാറാകുന്നത് പോലെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ രണ്ടുപേരും മത്സര ബുദ്ധിയില്ല. ഒന്നുകിൽ ഈ രണ്ടുപേരുടെയും മത്സര ബുദ്ധിയെ ശക്തമായ നിലപാടുകൾ കൊണ്ട് തീർക്കണം, അതല്ലെങ്കിൽ സമന്വയത്തിൻ്റെ പാതയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പാർട്ടി ലീഡർഷിപ്പ് ഇടപെട്ടുകൊണ്ട് അതിന് നേതൃത്വപരമായ കഴിവുകൾ വിനിയോഗിക്കാൻ ഉത്തരവാദിപ്പെട്ട ഭരണാധികാരികൾ തയ്യാറായിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ അനുഭവം കേരളത്തിലെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതിന്റെ മുമ്പിലാണ് പ്രശ്നം. യഥാർത്ഥ പ്രശ്നം ശ്രീ ജെ ആർ പത്മകുമാർ, നിങ്ങൾ മത്സരിക്കുന്നതിൽ ശ്രീ പത്മകുമാർ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇന്ന് തന്നെയും ഉളിയിലിൽ ഹർത്താൽ നടത്തുകയാണ് BJP. അവിടെ BJP ഓഫീസിന് നേരെ CPM-കാരുടെ ആക്രമണമുണ്ട്. ഈ വിഷ്ണു കേസ് താങ്കൾക്ക് നാട്ടുകാർക്ക് മതിയായ തോതിൽ ദഹിക്കുന്ന എന്തെങ്കിലും വിശദീകരണം നൽകാൻ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന തോന്നലാണുള്ളത്. ഈ ചോദ്യങ്ങൾക്കും താങ്കൾ മറുപടിയില്ല. ശ്രീ MV ജയരാജൻ പറയുന്നത് ഞങ്ങൾ തന്നെ പിൻവാങ്ങിയെന്നാണ്. പാർട്ടിയുടേതായിട്ട് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വിശദീകരണം അല്ല, താങ്കളുടെ തോന്നലിന് അല്ലെങ്കിൽ താങ്കൾക്ക് ദഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്കതിന് മറുപടിയൊന്നുമില്ല. പക്ഷെ ഇതിൽ എന്താണ് സംഭവം എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. പൂച്ച പുറത്തായില്ലേ. ഈ MV ജയരാജൻ തന്നെ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്തുള്ള വിഷ്ണു ജയരാജനെ കാണാൻ പോയി. ജയരാജനെ കാണാൻ പോയിട്ട് വന്നതിന് ശേഷമാണ് ഈ തിരക്കഥ പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ വിഷ്ണു ഇത്തരത്തിലൊരു കഥ കെട്ടിച്ചമച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. ജയരാജൻ കുറെ RSS നേതാക്കന്മാരുടെ പേര് പറഞ്ഞല്ലോ. അത്രമാത്രമൊന്നുമല്ല, ഒരുപാട് നേതാക്കന്മാർ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലുണ്ട്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും പ്രതിയാക്കാം. തുടക്കം മുതൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തൊരു തീരുമാനമല്ലേ ഇത്. BJPയുടെ RSSന്റെ നേതാക്കന്മാരെ പ്രതിയാക്കുക. P ജയരാജനെ കണ്ണൂരിലേക്ക് ചെന്ന് കണ്ട് വിഷ്ണുവിന് എന്തോ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി RSSന് എതിരായിട്ടുള്ള കള്ളക്കഥ വിഷ്ണു ഉണ്ടാക്കി പറഞ്ഞു എന്ന് വിശ്വസിക്കുക നമുക്ക്. പക്ഷേ അതിനുപോൽബലകമായ കാരണം, അതായത് കരകുളം മണ്ഡലം ശാരീരിക് ശിക്ഷക് പ്രമുഖ് എന്ന സ്ഥാനത്തിരുന്ന ഈ വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് മാറി അപ്പുറത്ത് ചെന്ന് കണ്ണൂർ വരെ ചെന്ന് P ജയരാജനെ കാണാൻ നിങ്ങളോട് എന്ത് ബുദ്ധിമുട്ടാണ് അവർക്കുണ്ടായിരുന്നത്? അക്കാര്യമെങ്കിലും പറയണ്ടേ, ആളുകൾക്ക് മനസ്സിലാകേണ്ടത്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല എന്താണെന്ന്. അല്ല, താങ്കൾ എന്ത് വിട്ടി ചോദ്യമാണ് ചോദിക്കുന്നത്? തിരുവനന്തപുരത്തുള്ള ഒരു കൊച്ചു പയ്യൻ, 18 വയസ്സായ ഒരു പയ്യൻ, ഈ RSSനോട് എന്തെങ്കിലും അതിർത്തി ഉണ്ടായാൽ നേരെ കണ്ണൂരിൽ പോയി ജയരാജനെ കാണുന്നത് എന്തിന്? ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ കണ്ടാ പോരെ, അല്ലെങ്കിൽ ആറാവൂർ നാഗപ്പനെ കണ്ടാ പോരെ? ഇതിന് അല്ലെങ്കിൽ ശിവക്കുട്ടിയെ, വലിയ വീരനാണല്ലോ തിരുവനന്തപുരത്തെ നേതാവല്ലേ ശിവക്കുട്ടിയെ കണ്ടാ പോരെ? എന്തിനാണ് കണ്ണൂരിൽ പോകുന്നത്? അപ്പൊ അത് വളരെ താങ്കൾ ഒരു കാര്യം എന്നെ പറയാൻ അവസരം തരണം. പറയുമ്പോൾ നിങ്ങൾ താങ്കൾ ഇടപെടാതിരിക്കുകയും പത്മകുമാർ എന്റെ വിഡ്ഢി ചോദ്യമായിരിക്കാം എങ്കിൽ തന്നെയും ഒറ്റ കാര്യം, എന്താണ് നിങ്ങളുടെ പക്ഷത്തോട് ഈ ചെറുപ്പക്കാരനുണ്ടായ ബുദ്ധിമുട്ടിന് കാരണം? നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ടൊരു കഥയുണ്ടാക്കുന്നതിനാൽ എന്താണ് ആ ഒരു പോയിന്റ് വന്നാൽ നിങ്ങളുടെ ഭാഗം ഞാൻ താങ്കൾക്ക് വിശദീകരിക്കാനുള്ള അവസരം ഞങ്ങളല്ലല്ലോ പറയേണ്ടത്. തിരുവനന്തപുരത്ത് നിങ്ങൾ തന്നെ പറയൂ, അദ്ദേഹം RSSന്റെ ശാരീരിക ശിക്ഷ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? അദ്ദേഹം പറഞ്ഞത് മാത്രമാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? അല്ലെങ്കിൽ പറഞ്ഞു തരണ്ടേ ശ്രീ പത്മകുമാർ, അല്ലെങ്കിൽ പറഞ്ഞു തരണ്ടേ? ഈ CPM-കാർ പറയുന്നു ഇതിങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കഥയോട് ചേർന്ന്. അങ്ങനെയല്ലെങ്കിൽ അത് വിശദീകരിച്ചാൽ പോലെ പ്രശ്നം തീർന്നില്ലേ?
അല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഇത് CPM ഇവിടെ തിരുവനന്തപുരത്തുള്ള ഒരാളെ കണ്ണൂരിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് കൊണ്ടുവന്ന് RSSനെതിരായിട്ട് ഒരു കള്ളക്കഥ മെനഞ്ഞ് ഒരു തിരക്കഥ ഉണ്ടാക്കി. ആ തിരക്കഥ അനുസരിച്ച് അതിന്റെ പുറകെ ചാനലുകളും ആളുകളും പോയാൽ ഞങ്ങൾക്ക് എന്താ? ഞങ്ങൾ അതിനെന്തിനാ മറുപടി പറയുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ നേരിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിൽ ഒരാളിനെ തൂക്കിക്കൊല്ലണോ? ഞങ്ങൾ എത്ര കാലമായി? 1940 RSS കേരളത്തിൽ തുടങ്ങിയതാ. ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ അന്ന് മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞങ്ങൾക്കെതിരാണ്. ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നേരിടാൻ കരകുളത്തുള്ള ഒരു 10-18 വയസ്സായ പയ്യനെ തൂക്കിക്കൊന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ നേരിടാൻ കഴിയൂ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇതിനേക്കാൾ വലിയൊരു നുണ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തുണ്ടാകുമെന്ന. ഏതെങ്കിലും മാർക്സിസ്റ്റുകാരനെ കൊന്നതിന് ശേഷം അത് മാർക്സിസ്റ്റുകാർ തന്നെ കൊന്നതിന് ശേഷം ഇത് BJPയും RSSകാരും ചെയ്തെന്ന് വരുത്തി തീർക്കും എന്നാണ് പ്രതീക്ഷിച്ചത് ഈ സന്തോഷ് വധത്തിന് ശേഷം. പക്ഷെ അതുണ്ടായില്ല. ചെറിയൊരു ബോംബ് സ്ഫോടന കേസ് ഉണ്ടാക്കി ഇപ്പൊ മറ്റൊരു കഥയുമായി മുന്നോട്ട് പോകുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അരിയിൽ നമ്മുടെ ഫൈസലിനെ കൊന്നതിന് ശേഷം എന്താ ചെയ്തത് അവര്? അതിനുശേഷം അത് RSSകാർ കൊന്നുവെന്ന് വരുത്താൻ വേണ്ടിയിട്ട് രക്തം പുരണ്ട തുണി കൊണ്ടുവന്ന് അവിടെ ഇട്ടു. ഈ TP ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം അറബിലുള്ള വാചകങ്ങൾ എഴുതി വണ്ടിയിലൊട്ടിച്ചു. എന്നിട്ട് ഇത് മുസ്ലിം തീവ്രവാദികളാണ് കൊന്ന് എന്ന് വരുത്തുന്നതിനുള്ള ശ്രമം നടത്തി. ഇത്തരത്തിൽ എത്ര കള്ളക്കഥകളാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത്. RSSനെ എതിർക്കാൻ എന്തെല്ലാം കള്ളക്കഥകളാണ് പ്രചരിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന കള്ള പ്രചരണങ്ങൾക്ക് അനുകൂലമായി നിൽക്കുക ഇല്ല, ഞാൻ അതിനോട് അനുകൂലമായി നിൽക്കുന്നില്ല. ശ്രീ MP ജയരാജൻ, അദ്ദേഹം പറഞ്ഞതിൽ കുറേയേറെ വസ്തുതകളുണ്ട്. ഈ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അങ്ങേയറ്റം പരിശുദ്ധരുടെ പ്രസ്ഥാനമൊന്നുമല്ല. അത് അവകാശപ്പെട്ടിട്ടുമില്ല. ഞങ്ങളും അത്യാവശ്യം കാര്യങ്ങൾ വരമ്പത്ത് കൂലി കൊടുക്കാറുണ്ടെന്ന് അവകാശപ്പെടുന്ന പാർട്ടി തന്നെയാണ്. നോക്കൂ, അദ്ദേഹം പറയുന്നതിൽ ഒരുപക്ഷെ ശരിയുണ്ടായിരിക്കാം. ഈ പറയുന്ന അണ്ടല്ലൂർ സന്തോഷ് വധക്കേസ് അങ്ങേയറ്റം CPMനെ പിടിച്ച് കുലുക്കിയപ്പോൾ വലിയൊരു കള്ളക്കഥ മെനഞ്ഞു കളയാം എന്ന് കണ്ട് കരകുളത്തെ ഒരു 18-കാരൻ പയ്യനെ നിങ്ങൾ കൊണ്ടുപോയി ഈ കഥ അടിച്ചേൽപ്പിച്ച് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടതല്ല എന്നെങ്ങനെയാണ് ഉറപ്പിക്കാൻ കഴിയുക? ശ്രീ MP ജയരാജൻ, ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ ജേക്കബ് ജോർജ്, ഈ പോലീസിൻ്റെ വീഴ്ച എന്നത് കോൺഗ്രസ് നേതാവ് ശ്രീ സുരേന്ദ്രൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിശക്തമായ നടപടി ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം സംഭവങ്ങൾക്കെതിരെ എടുക്കാൻ സാധിക്കാത്തത്? നമുക്കറിയാവുന്ന വിധത്തിൽ കോൺഗ്രസ് സർക്കാർ ഭരിച്ചപ്പോൾ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറവായിരുന്നു കണ്ണൂരിലെന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായി വരും. എന്തുകൊണ്ടാണത് ഇങ്ങനെ ഈ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്? അല്ല, പോലീസിനൊരു പരിധിയുണ്ട്. ഈ നാട്ടിലെല്ലായിടത്തും പോലീസിനെ പോയി കാവൽ നിൽക്കാൻ പറ്റുമോ? അത് പ്രായോഗികമായിട്ട് അവർക്ക് പരിധിയുണ്ട്. പിന്നീട് ഈ സംഘർഷ പ്രദേശങ്ങളിലെ പോലീസിന് ചെല്ലാൻ ബുദ്ധിമുട്ടുണ്ട്. അത് BJP ആണെങ്കിലും CPM ആണെങ്കിലും പോലീസിന് ബുദ്ധിമുട്ടുണ്ട്. കാരണം ബോംബ് കൊണ്ടുള്ള കളിയാണ്. പോലീസുകാർ അവർക്കും വീടും കുടുംബവും ഒക്കെ ഉള്ളവരല്ലേ. അതുകൊണ്ട് അവരെ അത്ര കണ്ട് നമുക്ക് അവരെ കുറ്റപ്പെടുന്നത് ശരിയല്ല. ഇവിടെ സമാധാനം ഉണ്ടാവണമെങ്കിൽ പാർട്ടികളുടെ നേതാക്കന്മാർ രംഗത്തിറങ്ങണം, അണികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇപ്പം തന്നെ കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ച മീറ്റിങ്ങിൽ നേരെ നടന്ന ബോംബാക്രമണം അത് BJPക്കാരോ RSSക്കാരോ ആണ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും വളരെ ഭീകരമായ ഒരു സംഭവമാണത്. ഒരിക്കലും നടന്നുകൂടാത്തതാണ്. കോടിയേരി ബാലകൃഷ്ണൻ ആയതുകൊണ്ടല്ല. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു രാഷ്ട്രീയ പ്രചാരണ യോഗം നടക്കുമ്പോൾ ഒരു ശത്രു പാർട്ടി വന്ന് അതിനെ ബോംബെറിഞ്ഞ് ആക്രമിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ, കേരളത്തിൽ പോലെ ഒരു സമൂഹത്തിൽ നടക്കരുതാത്തതാണ്. ഒരിക്കലും ആശാസ്യമല്ല. പക്ഷേ CPMഉം ME ജയരാജനും ഒന്നും മനസ്സിലാക്കേണ്ടത്, അതിന് പകരം CPM പ്രവർത്തകർ BJP ഓഫീസ് ആക്രമിച്ചതും ശരിയല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നേരത്തെ സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചുവല്ലോ, കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെൻറ് CPM ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ എന്ത് ന്യായമുണ്ടെന്ന് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അറിയാതെയോ അറിഞ്ഞോ ഒരു ന്യായം, ഒരു കാരണം അവരുടെ കൈ വെച്ച് കൊടുക്കണോ? തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനെ കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ സമാധാനം വരുത്തണം. അതിൻ്റെ പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്തം CPM നേതൃത്വത്തിന് തന്നെയാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ളൊരു നോട്ടത്തിൽ എന്നുവെച്ചാൽ BJPയുടേത് അടക്കമുള്ള കേന്ദ്ര നേതൃത്വം ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരുപാട് അക്രമ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. RSSൻ്റെയും BJPയുടെയും പ്രവർത്തകർക്ക് ജീവൻ നഷ്ടമാകുന്നു. അതിൽ നാട്ടുകാർക്ക് ഇഷ്ടമായിരുന്ന അണ്ടല്ലൂരിലെ സന്തോഷിനെ പോലുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. പാലക്കാട് നടന്ന സംഭവ വികാസങ്ങളുണ്ട്. ഈ BJPയിലെ സംസ്ഥാന നേതൃത്വം മുകളിലേക്ക് അറിയിക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും അല്ലാതെ തന്നെയും അവർ അറിയുന്നുമുണ്ട്. എത്രത്തോളം സംഭവ്യമാണ് കേന്ദ്രത്തിൻ്റെ ഈ ഭരണ തലത്തിലേക്കുള്ള ഒരു നേരിട്ടുള്ള ഇടപെടലിന്?
തീർച്ചയായിട്ടും ബി ജെ പി കേന്ദ്രത്തിന് അതിൻ്റേതായ സംവിധാനങ്ങളുണ്ടല്ലോ കേരളത്തിലെ കാര്യങ്ങൾ അറിയാൻ. സ്വാഭാവികമായിട്ടും ഞാനൊരിക്കലും ബി ജെ പി പത്മകുമാറൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ സംഘക്കാരും ഒക്കെ വളരെ സമാധാനപ്രിയരാണ്, ഒരു കുഴപ്പവും കാണിക്കാത്തവരാണെന്ന് ഞാൻ പറയുകയില്ല. ഇതിനകത്ത് CPM ഉത്തരവാദിത്വവും ആത്മസംയമനം കാണിക്കേണ്ടത് CPMൻ്റെ ആവശ്യമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രം ഒരു കാരണം കണ്ടെത്തിയാൽ, ഒരു കാരണം ഒരു ശക്തിയുള്ള ഒരു കാരണം, പ്രബലമായ ഒരു കാരണം കണ്ടുപിടിച്ച് പിണറായി ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാനുള്ള സാഹചര്യമുണ്ടായാൽ ഗവൺമെൻറ് പോയി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം വേറെ, അത് കാര്യം വേറെ. പക്ഷേ ഇപ്പോൾ കേരളത്തിലെ ഒരു ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്, നല്ല ഭൂരിപക്ഷത്തിൽ വന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നിലനിൽക്കേണ്ടത് CPMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിലെ മതേതര ചിന്താഗതിക്കാരുടെയും ആവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ പേരിലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPM, അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി കണ്ണൂരിൽ സമാധാനം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. വളരെ വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം ശ്രീ JR പത്മകുമാർ, ശ്രീ MV ജയരാജൻ, ശ്രീ K സുരേന്ദ്രൻ വിവിധ സ്റ്റുഡിയോകളിലെത്തി ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന് നന്ദി. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ലോ അക്കാദമി ഭൂമി തിരിമറിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സെക്രട്ടേറിയറ്റിന് സമീപം സ്വകാര്യ കെട്ടിട നിർമ്മാതാക്കളുമായി ചേർന്ന് ഫ്ളാറ്റ് കച്ചവടം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് VS അച്യുതാനന്ദൻ. ലക്ഷ്മി നായർക്കെതിരെ അന്വേഷണം വേണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സ്വാശ്രയ സ്ഥാപനങ്ങൾ കച്ചവട കേന്ദ്രങ്ങളായെന്ന് മുഖ്യമന്ത്രി. CPM BJP സംഘർഷം വ്യാപിക്കുന്നു. കോഴിക്കോട്ടും കണ്ണൂരും BJP ഓഫീസുകൾക്ക് നേരെ ആക്രമം. കൊടിയേരിയുടെ യോഗവേദിക്ക് സമീപമുണ്ടായ ബോംബേറിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ. സമാധാനം തകർക്കാൻ ആസൂത്രിത ശ്രമമെന്ന് P ജയരാജൻ. പൊട്ടിയത് CPMന്റെ തന്നെ ബോംബെന്ന് MT രമേശ്. സർക്കാരിന് വിജിലൻസ് കോടതിയുടെ രൂക്ഷ വിമർശം. കോടികളുടെ അഴിമതി നടത്തി ടോം ജോസ് എങ്ങനെ സർവീസിൽ തുടരുന്നുവെന്ന് കോടതി. ചീഫ് സെക്രട്ടറിക്കും വിമർശം. ഏതു മതക്കാരനെന്ന ചോദ്യത്തിന് ഇന്ത്യക്കാരനെന്ന് സൽമാൻ ഖാന്റെ മറുപടി. സൽമാന്റെ മറുപടി മാൻപേട്ട കേസിൽ ഹാജരാക്കിയപ്പോൾ. സംവിധായകൻ സഞ്ജയ് ലീല ബൻസാലിക്ക് ലൊക്കേഷനിൽ മർദ്ദനം. അക്രമം ജയ്പൂർ റാണി പത്മാവതിയെ മോശമായി ചിത്രീകരിച്ചുവെന്നാരോപിച്ചു. സ്വകാര്യ ബസ്സുടമകൾ അടുത്ത മാസം നടത്താനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ചാർജ് വർധന അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ നദാൽ ഫെഡറർ ക്ലാസിക് പോരാട്ടം. ഇരുവരും ഫൈനലിൽ മുഖാമുഖം വരുന്നത് 6 വർഷങ്ങൾക്ക് ശേഷം. മിക്സഡ് ഡബിൾസിൽ സാനിയ സഖ്യം ഫൈനലിൽ.